ഹലോ, ഗുഡ് മോർണിംഗ്. സൺഡേ മോർണിംഗ് നേരത്തെ എണീറ്റ് തന്നെ ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി മാത്രമാണ്. ഇന്ത്യയുടെ ഫൈനലും കൂടി ആകുമ്പോൾ പിന്നെ പറയാൻ വേണ്ട, വല്ലാത്തൊരാവേശമാണ്. കുറച്ച് ഗെയിം കണ്ടിട്ട് ഫൈനൽ ആവാൻ നേരത്ത് ഞങ്ങളെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാ. ഒരു പ്രത്യേക പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ത്രില്ലോ ആവേശമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഗെയിം കാണുമ്പോൾ. പിന്നെ നമ്മുടെ ഇന്ത്യ കപ്പ് തൂക്കിയല്ലോ, അപ്പം പിന്നെ സന്തോഷം ഡബിൾ ഇരട്ടി. ആ വലിയ വിജയത്തിന് നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു മലയാളി അതിൻ്റെ ഭാഗമാവാന്ന് പറയുമ്പോൾ എനിക്കൊക്കെ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഡബിൾ ഇരട്ടി സന്തോഷമായിരുന്നേ. അങ്ങനെ രാവിലെ ഫുൾ അതിൻ്റെ ആവേശം സന്തോഷമൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ഞങ്ങളൊരു ഇഫ്താറിന് പുറപ്പെട്ടു കേട്ടോ. ഇന്ന് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലായിരുന്നേ ഇൻവൈറ്റ്. അതിന് ഞാനിട്ടത് കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പെരുന്നാളുടെ ഔട്ട്ഫിറ്റായിരുന്നേ. ഈ ഒരു പേസ്റ്റൽ പിങ്ക് ചുരിദാറും ഈ ഒരു പേസ്റ്റൽ പിങ്ക് ബീഡ്സ് ഉള്ള ഒരു കമ്മലുമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ കൊല്ലം പെരുന്നാൾക്കിട്ടത്. ഒരു പാകിസ്ഥാനി ടച്ചുള്ള ഒരു ചുരിദാറായിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൻ്റെ ഡിസൈൻ എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇട്ടതാട്ടോ ഈ കമ്മല്. ഞാൻ പോകുമ്പോൾ ഇതൊന്നും അല്ല ഇടുന്നത്. നല്ല ബ്രീത്തബിളും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഈ ചുരിദാർ. ഒത്തിരി കാശും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പർച്ചേസ് ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ. പിന്നെ ഇന്ന് അമേരിക്കക്കാരുടെ സെൻറ്റ് പാട്രിക്സ് ഡേ ആണ് കേട്ടോ. അവരുടെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഗ്രീൻ ഔട്ട്ഫിറ്റും ഗ്രീൻ ഹാറ്റ്, ഗ്രീൻ ഡെക്കറേഷൻ, ഗ്രീൻ കളറുള്ള പരേഡും കൂടെയാണ് നടക്കുന്നത് പുറത്ത്. പിന്നെയാണെങ്കിൽ കിഡിലും വെതറായിരുന്നേ. എനിക്ക് കൊതിയായി സമ്മർ കണ്ടപ്പോൾ. എത്ര കാലമായെന്നറിയോ തണുത്ത് വിറങ്ങലിച്ചിരിക്കണേ. അപ്പോൾ ചൂട് തുടങ്ങിയപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നേ. ഒരു ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നെങ്കിലും എൻ്റെ ഫേവറേറ്റ് വെതറാട്ടോ ഈ ഒരു ടൈം. പിന്നെ ഇഫ്താറിന് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയ കട്ട്ലറ്റും പിടിയും ബീഫും ഉണ്ടായി. പിന്നെ ഹമ്മൂസും മുത്തബ്ബൽ എന്നുള്ള ഒരു ഡിപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒരു വെറൈറ്റി ഡിഷായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തേ. പിന്നെ മെയിൻ കോഴ്സിലേക്ക് വന്നാൽ ഷ്രിമ്പ് ബിരിയാണി, ബീഫ് വരട്ടിയതും, പിന്നെ ഡെസേർട്ടിലേക്ക് വന്നാൽ ഗുലാബ് ജാമുനും ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നേ. ഡ്രിങ്ക്സിന് പിന്നെ നമ്മുടെ റൂഹഫ്സ ആയിരുന്നേ. ചിയാ സീഡ്സും മിൻറ്റ് ലീവ്സും ഒക്കെ ഇട്ടിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആയിരുന്നു. നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ തിന്നണ പോലെ കുടിക്കണതും തിന്നണതൊക്കെ കാണിക്കുമ്പോൾ ഭയങ്കര എസ്തറ്റിക്കായിട്ട് നിങ്ങളെ കാണിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുക. പക്ഷേ എൻ്റെ തീറ്റയുടെ മികവുകൊണ്ടാണോ എന്നറിയില്ല, അതോ ആക്രാന്തം കൊണ്ടാണോ എന്നറിയില്ല, അത്രയും അങ്ങോട്ട് രസം വരാറില്ല. പിന്നെ നല്ല ഫുഡ് കഴിച്ചു, അത് ആസ്വദിച്ചു എന്നുള്ളതാണല്ലോ മെയിൻ പ്രധാന കാര്യം. അതുകൊണ്ട് ഞാൻ ക്ഷമിച്ചു. അങ്ങനെയൊക്കെ ആയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ, അതാലേക്കുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണേ. അങ്ങനെ മനസ്സും വരക്കം നിറഞ്ഞൊരു ഇഫ്താറും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പിരിഞ്ഞ്. അപ്പോൾ ബൈ.